വനിതാ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരുവിനോടേറ്റ തോൽവിക്ക് മുംബൈ ഇന്ത്യൻസ് കണക്കുതീർത്തത് ഡൽഹി ക്യാപിറ്റൽസിനോടാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേപോലെ ആധിപത്യം പുലർത്തിയ മുംബൈ ഡൽഹിയെ 50 റൺസിന് തകർത്ത് ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും സൂപ്പർ താരം നാട്സീവർ ബ്രെൻഡും തീർത്ത റൺമലയ്ക്ക് മുന്നിൽ ഡൽഹി പൊരുതാനാവാതെ കീഴടങ്ങുകയായിരുന്നു. 196 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 145 റൺസിന് ഓൾ ഔട്ടായി. തകർച്ചയിൽ നിന്ന് തുടങ്ങിയ വെടിക്കെട്ട്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. സ്കോർ ബോർഡിൽ വെറും 2 റൺസുള്ളപ്പോൾ ഓപ്പണർ അമേലിയ കെർ 0-ന് പുറത്തായി. 16 റൺസെടുത്ത സഹ ഓപ്പണർ ജി കമാലിനിയും മടങ്ങിയതോടെ മുംബൈ 51-ൽ 2 വിക്കറ്റ് എന്ന നിലയിൽ ചുരുങ്ങി. എന്നാൽ പിന്നീടങ്ങോട്ട് കണ്ടത് ഹർമൻപ്രീത് നാട്സീവർ ഷോ ആയിരുന്നു. ഇരുവരും ചേർന്ന് ഡൽഹി ബൗളർമാരെ 4 പാടും പായിച്ചു. 46 പന്തിൽ 70 റൺസാണ് നാട്സീവർ അടിച്ചുകൂട്ടിയത്. 13 ബൗണ്ടറികൾ ആ ഇന്നിംഗ്സിന് മാറ്റുകൂട്ടി. മറുവശത്ത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൂടുതൽ അപകടകാരിയായിരുന്നു. വെറും 42 പന്തിൽ 74 റൺസ്, 8 ഫോറും 3 സിക്സറും അടങ്ങിയതായിരുന്നു ആ ഇന്നിംഗ്സ്. വെറും 34 പന്തിലാണ് ഹർമൻ അർദ്ധ സെഞ്ചുറി തികച്ചത്. ഇവരുടെ കരുത്തിൽ മുംബൈ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. ഡൽഹിയുടെ ടോപ്പ് ഓർഡർ ചീട്ടുകൊട്ടാരം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് തുടക്കം മുതലേ പിഴച്ചു. മുംബൈ ബൗളർമാർക്ക് മുന്നിൽ ഡൽഹിയുടെ സൂപ്പർ താരങ്ങൾ ഒന്നൊന്നായി കൂടാരം കയറി. ഷഫാലി വർമ്മ, ലിസല്ലെ ലീ, ക്യാപ്റ്റൻ ജെമീമ റോഡ്രിഗസ്, ലൗറ വോൾവർത്ത് എന്നിവർ നിരാശപ്പെടുത്തി. മരിസാന കാപ്പിനും പിടിച്ചു നിൽക്കാനായില്ല. ചിനല്ലെ ഹെൻറിയുടെ ഏകാന്ത പോരാട്ടം. ഡൽഹി നിരയിൽ പൊരുതി നോക്കിയത് ചിനല്ലെ ഹെൻറി മാത്രമാണ്. തോൽവി ഉറപ്പായിട്ടും ഒരറ്റത്ത് നിന്ന് ആക്രമിച്ച ഹെൻറി 33 പന്തിൽ 56 റൺസ് നേടി. 5 ഫോറും 3 സിക്സും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിംഗ്സ്. എന്നാൽ മറ്റ് താരങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാത്തതിനാൽ ഡൽഹി 19 ഓവറിൽ 145 റൺസിന് പുറത്തായി. മുംബൈക്കു വേണ്ടി നിക്കോള കാരിയും അമേലിയ കെറും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ബൗളിംഗിലും തിളങ്ങി. ആദ്യ ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ അക്കൗണ്ട് തുറന്നു.